കോഴിക്കോട് വളയത്ത് വാഹനങ്ങൾ തമ്മിൽ തട്ടിയതിന്റെ പേരിലുണ്ടായ സംഘർഷത്തിൽ 10 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ചെക്യാട് സ്വദേശി ആതിരയുടെ പരാതിയിലാണ് കേസ്. സംഭവത്തിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 4 പേർ ഇന്നലെ ചികിത്സ തേടിയിരുന്നു. നേരത്തെ വന്ന വാർത്തയാണ്. കുറച്ച് സമയമായിട്ട് വിവരങ്ങൾ നൽകാനായി രമ്യാദാസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. രമ്യ, ഒരുപാട് വാർത്തകൾ വന്നതുകൊണ്ടാണ് രമ്യയിലേക്ക് എത്താൻ വൈകിയത്. പറയാൻ രമ്യ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സേതു. രാവിലെ കോഴിക്കോട്ട് നിന്ന് നൽകാൻ കഴിയും. ഇന്നലെ നമ്മൾ നൽകിയതാണ് ഈ വാർത്ത. അതായത് രണ്ട് വിവാഹ സംഘങ്ങളായിരുന്നു. ഇവർ സഞ്ചരിച്ച വാഹനം ഉരസിയതിൻ്റെ പേരിൽ ഇന്നലെ വളയത്താണ് നേരിയ തോതിലൊരു സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷം വലിയൊരു അക്രമത്തിലേക്ക് കൂടി വഴിവെക്കുകയായിരുന്നു. വാഹനം അടിച്ചു തകർക്കുന്ന ഉൾപ്പെടെയുള്ള അക്രമമാണ് ഇന്നലെ ഉണ്ടായത്. ഈ കേസിലാണ് ഇപ്പോൾ കണ്ടാൽ അറിയുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ ചെക്യാട് സ്വദേശി നിതിൻലാലിൻ്റെ ഭാര്യ ആതിരയുടെ പരാതിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ 10 പേർക്കെതിരെ കണ്ടാൽ അറിയുന്ന 10 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ കോഴിക്കോട് കല്ലാച്ചി വളയം റോഡിൽ വിഷ്ണുമംഗലം പാലത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഇന്നലെ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷം. അതായത് ഈ 2 വാഹനങ്ങളും, ഒരു കാറും ധാർ ജീപ്പുമായിരുന്നു ഈ ഒരു അപകടത്തിലുണ്ടാകുന്നത്. കാരണം ഈ 2 വാഹനങ്ങളും വിവാഹ പാർട്ടി സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ്. കാറിൽ 4 അംഗ കുടുംബമായിരുന്നു. ഈ ധാറിൽ ഒരു 7ഓളം യുവാക്കളുണ്ടായിരുന്നു. ഇവരുടെ കാർ, ഈ ധാർ ഇവരുടെ കാർ ഉരസുന്നു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്നത് വലിയ തോതിലുള്ള ഒരു അക്രമം തന്നെയായിരുന്നു. ഈ കാറിലുള്ള ഈ കുടുംബത്തെ ആക്രമിക്കുക, അതുപോലെ തന്നെ വാഹനം അടിച്ചു തകർക്കുക, ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ചു തകർക്കുക തുടങ്ങിയ സംഘർഷങ്ങളാണ് പിന്നീട് അവിടെ അരങ്ങേറിയത്. തുടർന്ന് ഇവിടെ വളയം പോലീസ് എത്തുന്നു. ഈ പരിക്കേറ്റ കുടുംബത്തിലുണ്ടായിരുന്ന ഈ 4 അംഗ കുടുംബത്തെ, അതിൽ ഒരു 6 മാസം പ്രായമായ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിന് കണ്ണിനുൾപ്പെടെ സാരമായി പരിക്കേറ്റിരുന്നു. അതുപോലെ തന്നെ ഈ ആതിരയ്ക്കുമാണ് ഈ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഇവർ ഇന്നലെ തന്നെ നാഥാപുരം ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. നിലവിൽ ഈ ആതിര കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ ഈ 10 പേർക്കെതിരെ, കണ്ടാൽ അറിയുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നും അറിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇയാൾക്ക് ഈ ഒരു അക്രമത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ലക്ഷ്മി. ഓക്കെ രമ്യ, ശരി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് വളയത്ത് ഈ വാഹനങ്ങൾ തമ്മിൽ തട്ടിയതിന്റെ പേരിലുണ്ടായ സംഘർഷത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻസ്, പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു കോഴിക്കോട് നിന്ന് രമ്യ ദാസ്.